അതായത് പണി ഇരുന്ന് വാങ്ങുന്നു എന്ന് പറയാറില്ലേ, അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു ഇന്നലെ മധ്യപ്രദേശിൽ സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധിയും കമൽനാഥും കൂടി നിങ്ങളുടെ കടം എഴുതി തള്ളിയോ എന്നായിരുന്നു സ്മൃതി ഇറാനി ഒരു പൊതുപരിപാടിയിൽ വെച്ച് പൊതുജനങ്ങളോട് ചോദിച്ചത്. ഉടൻ തന്നെ മധ്യപ്രദേശിലെ അശോക് നഗറിലെ ആ ജനക്കൂട്ടം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ കടങ്ങൾ, കർഷകരുടെ കടങ്ങൾ സർക്കാർ എഴുതിത്തള്ളി എന്ന് ഒരൊറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു സ്മൃതി ഇറാനിക്ക് നൽകിയത്. ആ ദൃശ്യം നമുക്ക് ആദ്യം കാണാം. അശോക് നഗറിലെ ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന BJPയുടെ കള്ളത്തരങ്ങൾ പൊതുജനങ്ങൾ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞു, ഇവിടെ കർഷകരുടെ കടം എഴുതിത്തള്ളും എന്ന് പറഞ്ഞ് മധ്യപ്രദേശിലെ സർക്കാർ ജനങ്ങളെ പറ്റിച്ചു എന്ന്. അതിന്റെ തെളിവുകൾ, രേഖകൾ അടങ്ങിയ തെളിവുകൾ ചൗഹാന്റെ വീട്ടിൽ കൊണ്ടുപോയി തന്നെ വെല്ലുവിളിച്ച് തെളിയിച്ചു കൊടുത്ത് കോൺഗ്രസ് കയ്യടി നേടിയിരുന്നു. അതിനുശേഷമാണ് സ്മൃതി ഇറാനിയുടെ മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ. സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു കണ്ടകശനിയാണ്. കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറയുന്ന ഒരു മട്ടിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, അമേത്തിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കള്ളവോട്ടുകൾ നടക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ വീഡിയോ സൃഷ്ടിച്ചെടുത്ത് ചില കള്ളത്തരങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ മുഖ്യ ഓഫീസർ, തിരഞ്ഞെടുപ്പ് ഓഫീസർ ആ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപാണ് സ്മൃതി ഇറാനി മറ്റൊരു വലിയൊരു കള്ളത്തരവുമായി ജനങ്ങൾക്കിടയിലേക്ക് വന്നത്. മധ്യപ്രദേശിൽ 21 ലക്ഷം പേരുടെ കടങ്ങൾ എഴുതി തള്ളിയതിന് സർക്കാരിന്റെ പക്കൽ വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട്. അത് മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷം ഇത് 55 ലക്ഷം പേരിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചു പറയുന്ന സമയത്ത് ഇങ്ങനെയൊരു വിഡ്ഢിത്തം പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ച സ്മൃതി ഇറാനിക്ക് ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇനി എന്താണ് ലഭിക്കാനുള്ളത്? ഇനിയൊരു കാര്യം വ്യക്തമാണ്, സ്മൃതി ഇറാനി പരസ്യമായി പലതും കോൺഗ്രസിനെതിരെ വിളിച്ചു പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാൻ ഇനി പൊതുജനം തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റൊരു സംശയം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.